നമ്മളിപ്പോ വാങ്ങിക്കുന്ന അതേ മോഡൽ തന്നെ 4 മാസം കഴിഞ്ഞ് വാങ്ങിച്ചാൽ മതിയല്ലോ. അമ്മയുടെ വിഷമം എന്തായാലും അങ്ങനെ നിൽക്കൂല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പൈസ എന്റെ കയ്യിലില്ലേ? എന്റെ മാല വാങ്ങിക്കാനോ? അത് ഞാൻ കൊടുത്തോളാം. ഒരു കാര്യം കൂടെ, ഇപ്പൊ ഈ പോണത് നേരെ വീട്ടിലോട്ട് പോയേക്കണം. നേരെ ഏട്ടന്റെ പുറകിലോട്ട് പോകരുത്. ചെന്ന് പറയും ഏട്ടൻ ഇപ്പൊ അറിഞ്ഞിട്ടില്ല, അവനറിയണ്ടേ? അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അറിഞ്ഞോളും. എന്നിട്ട് ഞാനൊരു നയത്തിന് അവനോട് പറയാം. ചേച്ചി അത് മേടിക്കാൻ പോകുന്ന കാര്യം അറിയാം. ഇപ്പൊ പറയണ്ട. ഇപ്പൊ ചേച്ചി പറഞ്ഞത് കൊളവാക്കും. ഞാനത് ഒരു തഞ്ചത്തിൽ പറഞ്ഞോളാം. ചെല്ലുവോ? എത്ര രൂപയ്ക്ക് ആവും ഒരു മാലയ്ക്ക്? അത് 1 ഗ്രാം തങ്കത്തിൽ പറഞ്ഞ 2500-3000 രൂപയ്ക്കകത്താവും. അത്രയാവോ? അധികം വലിയ നല്ല മോഡലൊന്നും വാങ്ങിക്കണ്ട. നിനക്ക് കൊണ്ടുവന്ന മാലയുടെ അതേ തൂക്കം വരണ്ടേ? തീരം കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അത് തൂക്കം കുറഞ്ഞു വരും. 2500 ആവോ? എത്രയാവും? ബാക്കി ഞാൻ കൊണ്ടുതരാം. ബില്ല് സഹിതം കൊണ്ടുവരാം. തീർന്നേ? അതെന്തായാലും വേണം. വേണം. ഗ്യാരണ്ടി ബില്ലുണ്ട്. എന്ത് പൈസ തികഞ്ഞില്ല? തങ്കഞ്ഞേട്ടത്തെ വിളിച്ചോ പറഞ്ഞു ബാക്കി പൈസ കൊടുത്ത് പിന്നെ മേടിക്കാന്ന് പറഞ്ഞു. എടാ എന്നാലും നീ എന്ത് പണിയാടാ ചെയ്തത്? എന്തെങ്കിലും ചെയ്തത് മേടിക്കണ്ടേ? അതെ, വാങ്ങിക്കേണ്ടതായിരുന്നു. സ്വർണ്ണക്കട ചെന്ന് നമുക്ക് പറ്റു പറയാൻ പറ്റുമോ? പരിചയമില്ലാത്തവരല്ലേ. പക്ഷെ എന്നാലും കഷ്ടമായി പോയി. അമ്മ അത്രേ ആഗ്രഹിച്ചു. സാരമില്ല, ഇപ്പൊ പിന്നെ എപ്പോഴെങ്കിലും വാങ്ങിക്കാം. കണ്ടാടാ ഇപ്പൊ ഞങ്ങക്ക് അമ്മേനോടുള്ള സ്നേഹം കണ്ട. അയ്യോ കാശുമാല നല്ല രസമുണ്ടല്ലേ? എന്റെ അമ്മേ, ഇത് വെച്ച് നോക്കിയ അമ്മയുടെ എനിക്ക് ഈ മാല ഇഷ്ടമല്ല. ഇത് പിള്ളേരിടുന്ന മാല, പുതിയ പാഷൻ മാല. ഈ കാശല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേറെ പണ്ടത്തെ കാശ്. അതല്ല അമ്മേ, ഇതിപ്പോ എന്തായാലും ഇനിയിപ്പോ ഇത് മാറാനൊക്കെ നടക്കണ്ട അമ്മ. ഇത് കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇടാം. എനിക്കിടാൻ നാണക്കേടാ ഇതൊക്കെ. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. പിന്നെ ഇന്നലെ ലില്ലിക്ക് വാങ്ങിച്ച മാലയില്ലേ, അതെനിക്ക് മതി. ഇത് ലില്ലിക്കോട് നിനക്ക് നല്ലതായിട്ട് ചേരുവ. അതെ, ഇതാ നിനക്ക് ചേരുന്നത്. അതാണ് അവക്ക് വാങ്ങിയ മാല ഞാൻ എടുത്തോണ്ടിരാം. അല്ല ഏട്ടാ, അത് പിന്നെ കുഴപ്പമില്ലടി. ഇതല്ലേ അമ്മയ്ക്ക് വാങ്ങിച്ചത്, ഇത് കൊടുക്കാം. പിന്നെ അത് അമ്മയ്ക്ക് ഇത് മറ്റേത് അതും ലില്ലിക്ക് പഴയ ഫാഷൻ. അത് പഴയ ഫാഷൻ അമ്മ. എടി ഞാനൊരു പഴയ ആളല്ലേ, എനിക്ക് പഴയതാ ഇഷ്ടം. അപ്പൊ സാറല്ലേടി, നിനക്ക് ഇത് നല്ല നിനക്ക് ഇതേ ചേരും. ഇതെങ്ങനെ ശരിയാവും? അതെന്താ ശരിയാത്ത? അല്ല അത് അങ്ങനെ അല്ലല്ലോ. കുഴപ്പമില്ലെന്നേ. ഇതല്ലേ അമ്മ പറഞ്ഞല്ലേ? എനിക്കിതാണ് ഇതാകുമ്പോ അമ്മക്ക് ചേരും. അയ്യോ, ഇതാകുമ്പോ നിനക്ക് ഇടയ്ക്ക് കല്യാണത്തിലേക്ക് കിട്ടും. നല്ല മാല നിനക്ക് ചേരട്ടെ. ഇതിലോട്ട് വെച്ചേരാ. ഇതിലോട്ട് നിനക്ക് അതിന്റെ ഒരു മോതിരം തരാം. വേണ്ട.